മാങ്കോസ്റ്റിൻ ഇത് 3 വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് പഴക്കമുണ്ട്. പക്ഷെ അത് വേനൽക്കാലത്ത് കായ പിടിച്ചു തുടങ്ങിയാലും പാകാവുന്നത് മഴക്കാലത്തായിരുന്നു. പക്ഷെ മഴക്കാലമാകുമ്പോൾ ഈ വെള്ളം കെട്ടി നിന്ന് അതിൽ വീണ് നമുക്ക് വന്ന് എടുക്കാനൊന്നും പറ്റാത്ത തരത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഈ തവണ കുറച്ച് നേരത്തെ പാകമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് കുറച്ച് പറിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ പാകമായത് നോക്കിയെടുക്കുക. എടാ അവിടെ ഉണ്ട്, അതിൻ്റെ അടിയിൽ. എടുക്കാം. ബാക്കിയുള്ളത് പറക്കി. ഇതാ ഒരെണ്ണം അവിടെ നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ. അവിടെയല്ല, അതിൻ്റെ ഉള്ളിൽ. ഇതാ വേറെ എവിടെ? ആ അതായിട്ടുണ്ടല്ലോ. കേട്ടോ ഇനി ഈ മേലെ നിൽക്കണ പൊക്കില്ലാത്തൊരു പ്രശ്നമില്ല. ഓരോ പൈതരണേ പൊക്കില്ലെങ്കിൽ വേഗാവട്ടെ. എത്തോ? അതാ ഞാൻ ഇതാക്കി തരാം. ഓക്കെ, എത്തോ? ഇനി എവിടെ? സൈഡിൽ കുറേ ഉണ്ട്. ഇതായിട്ടുണ്ടോ? ഇവിടെ ഈ സൈഡിൽ നിൽക്കണ. പക്ഷെ അത് കുറച്ച് ഹൈറ്റിലാണല്ലോ. വടക്കേ സൈഡിലുണ്ട്. വടക്കേ സൈഡില? പടിഞ്ഞാറ് സൈഡിലും വടക്കേ സൈഡിലൊക്കെ നല്ലതാണ്. എവിടെ? ആ മേലുണ്ട് കേട്ടോ. മേലെന്ന് പൊട്ടിക്കണം. അല്ലെങ്കിൽ ഇത് വീണിട്ടേ. പിന്നെ ഇത് വല സാധനങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദേവരണം കഴിഞ്ഞാൽ ഇതായിട്ടുണ്ടോ? അത് 2 ദിവസം കഴിയും. അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, 2 ദിവസം കഴിയും. അവിടെയൊക്കെ ഉണ്ട്. കുറച്ച് പക്കത്തിലാണ് ഇക്കാക്കെത്തും. ഇവിടെ ഇതായിട്ടുണ്ടോ? അതായിട്ടുണ്ട്. കൊട്ട ഇവിടെ വെച്ചിട്ട് പൊട്ടിച്ചു. വേറെ അതിന്റെ ഉള്ളിൽ നോക്കൂ. ഉൾ സൈഡിൽ എത്തുമല്ലോ. ഓക്കെ, ഇനി ഉണ്ടോ? ഇനി ഇതുണ്ടോ? ആനുണ്ട്. കുറെ ഉണ്ടായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം എന്താ കഴിച്ചിട്ടുണ്ട്. ഈ വാവല അപ്പൊ ബാഗ് തീയണം. ഇതാ ഉള്ളില് നല്ല മധുരമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മരമാണ് കേട്ടോ. മാങ്കോസ്റ്റിൻ മരച്ചോട്. ആ മുകളിലല്ലേ? ഇത് പൊട്ടിക്കായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറും ചാരുകസേരയും മാങ്കോസ്റ്റിന്റെ അടിയിലായിരുന്നു. അത് ചെറിയ തോട്ടെടുത്താ കിട്ടും. നല്ലോണം കിട്ടിയില്ലേ? അതെ. കൊറേ ഉണ്ട്.